ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബീഫ് സ്റ്റ്യൂ അതിനുവേണ്ടി ബീഫ് ഒരു 1/2 കിലോ ഉണ്ട്. പിന്നെ ഞാൻ ഒരു തേങ്ങ തിരുമ്മി 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചേരുവകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 പച്ചമുളക് കീറിയിടുന്നുണ്ട്. ഇത് എരിവ് പച്ചമുളകിലും കുരുമുളകിലും എരിവിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടി ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം വേണം. അത് വട്ടത്തിൽ അരിഞ്ഞതും. പിന്നെ ഒരു മീഡിയം സൈസ് വലിയ സവാളയും കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. പിന്നെ വെജിറ്റബിൾ ഞാൻ ഒരു പൊട്ടാറ്റോ ക്യൂബ് ചെയ്തതും ഒരു ക്യാരറ്റ് ക്യൂബ് ചെയ്തതും ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഒരു കറുവാപ്പട്ട, 4-5 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പൂ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടാവുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയും എടുക്കാം. ഈ സമയത്ത് കറുവാപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും ഒന്ന് മൂക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഹോൾ സ്പൈസസ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ഇടാം. ഇത് 5-6 വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഓക്കെ, ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പൊട്ടാറ്റോ ക്യൂബ് ചെയ്തത്, ഒരു ക്യാരറ്റ് ക്യൂബ് ചെയ്ത്, പിന്നെ 1/2 കിലോ ബീഫ്. ഓക്കെ, ഞാനിവിടെ 2-ാം പാലാണ് ഒഴിക്കുന്നത് തേങ്ങയുടെ. നിങ്ങളുടെ പൗഡർ ഉണ്ട്, കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ക്യാൻ ചെയ്ത് കോക്കനട്ട് മിൽക്ക് ആണെങ്കിലും ഇടാം. ഞാനിവിടെ 2-ാം പാല് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു 3 കപ്പോളം ഉണ്ട് 2-ാം പാല്. ഈ 2-ാം പാലിലിരുന്ന ഇത് തിളച്ച് വേണ്ട ബീഫും ക്യാരറ്റും പൊട്ടാറ്റോസും എല്ലാം വെന്ത് വരുന്നത്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീഫ് കുക്കായോ എന്ന് നോക്കാം. ബീഫ് നല്ലതായിട്ട് കുക്ക് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ബീഫ് ടെൻഡർ ബീഫാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ബീഫും പൊട്ടാറ്റോയും ക്യാരറ്റും ഒരുമിച്ചിട്ട്, കുറച്ചും കൂടെ ടഫർ മീറ്റ് ആണെങ്കിൽ ബീഫ് സെപ്പറേറ്റ് ആയിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് പിന്നെ ഈ സെയിം പ്രോസസ്സിലോട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. either ഓപ്ഷൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ എന്തായാലും നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ബീഫ്. ഇനി ഞാൻ ഈ സ്റ്റേജിൽ തിക്ക് മിൽക്ക് ഞാൻ ഒഴിക്കാൻ പോവാം. ഇതൊരു 1/2 കപ്പുണ്ട്. അപ്പം ഇത് നമ്മൾ 1-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാടൊന്നും തിളയ്ക്കണ്ട. അപ്പം നമ്മൾ ഒന്ന് ഒഴിച്ച് ഒന്ന് ആവി കയറത്തേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് ബ്ലാക്ക് പെപ്പറും കൂടെ ഇടുക. നമ്മുടെ സിമ്പിൾ ബീഫ് സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ഇത് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ബീഫ് ഇൻ കോക്കനട്ട് മിൽക്ക് സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമേഴ്സ് കുക്ക് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും, കാരണം അത്രയും സിമ്പിൾ ഒരു റെസിപ്പിയാണ്. സോ ഡു ട്രൈ ഔട്ട് ആൻഡ് ഗിവ് മീ ഫീഡ്ബാക്സ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു. നെക്സ്റ്റ് വീക്ക് വീണ്ടും വരും വേറൊരു ന്യൂ വീഡിയോയും കണ്ടൻറ്റുമായിട്ട്. Until then, keep on supporting and subscribing to Inspire and Lead with Preetha. Take care.